നമുക്ക് 71 വയസ്സായി. ഇപ്പോഴും സിനിമയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് പൂർണ്ണനാണെന്ന് നമുക്ക് ഒരിക്കലും പറയുന്നില്ല. നമുക്ക് ഇപ്പോഴും സിനിമയുടെ പുറകെ അയ്യങ്കാളിയുടെ പോസ്റ്റർ ഞാൻ കണ്ടു. പക്ഷെ ആ പടത്തിന്റെ എന്തായെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എന്നാൽ പോലും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്താൽ വരികയാണെങ്കിൽ നല്ലതാണ്. അയ്യങ്കാളിയായിട്ട് നമുക്ക് അഭിനയിച്ചൊരു പടം. കളങ്കാവിൽ പുതിയ പോസ്റ്റർ ലുക്ക് കണ്ടോ? നമുക്കവിടെ പുതിയ പടം കണ്ടോ? കളങ്കാവിലിന്റെ പുതിയ പോസ്റ്റർ, പുതിയ പ്രതീക്ഷകൾ. കളങ്കാവിൽ എന്ന് പറയുമ്പോൾ പോസ്റ്ററിൽ വിനായകന്റെ പേരാണ് കിടക്കുന്നത്. അതിനകത്തേക്ക് പ്രൊമോട്ട് ചെയ്തേക്കുന്ന വിനായകനാണ്. വിനായകനെ പ്രൊമോട്ട് ചെയ്തത് മമ്മൂക്കയാണ്. വിനായകൻ ഈ സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഇതെല്ലാം വന്ന ഒരാളാണ്. എങ്കിൽ പോലും വിനായകനിലുള്ള ഒരു കലാകാരനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് മമ്മൂക്കൊക്കെ ഉണ്ട്. ആ കഴിവിൻ്റെ പേരിലാണ് വിനായകൻ അതിനകത്ത് എന്താണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ചിലവരൊക്കെ സംശയിക്കുന്നുണ്ട് വിനായകൻ നായകനും മമ്മൂക്ക വില്ലനും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില പടങ്ങളിലൊക്കെ നായകൻ വില്ലൻ നായകനേക്കാളും മികച്ചു നിൽക്കുന്ന പ്രകടനം കാഴ്ചവെച്ച പടങ്ങൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉദാഹരണമൊക്കെ പറയുന്നത് തമിഴിലൊക്കെ വിജയ് സേതുപതിയുടെ പടമൊക്കെ അത് വില്ലനല്ലേ സൂപ്പർ. അപ്പോൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പടം കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. എന്താണെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരിക്കും പടത്തിൻ്റെ പോക്ക്. മമ്മൂക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്ക 71 വയസ്സായി. ഇപ്പോഴും സിനിമയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് പൂർണ്ണനാണെന്ന് നമുക്ക് ഒരിക്കലും പറയുന്നില്ല. നമുക്ക് ഇപ്പോഴും സിനിമയുടെ പുറകെ മസൂക്ക വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളില്ലേ. ഇപ്പൊ നമുക്കടെ ലുക്ക് കണ്ടായിരുന്നു. പിന്നെ ജിത്തു ഇപ്പൊ ഈ കളങ്കാവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു. ബസൂക്കയുടെ ഇന്നലെ ഒരു പടം, ഒരു അയ്യങ്കാളി എന്ന് പറഞ്ഞിട്ട് അയ്യങ്കാളി. ഈ 2025 പുള്ളിക്ക് എല്ലാം വ്യത്യസ്തമായ സാധനം 5 ഐറ്റം പോസ്റ്റർ ഞാൻ കണ്ടു. പക്ഷെ ആ പടത്തിന്റെ എന്തായെന്ന് എനിക്കറിയാൻ പാടില്ല. നടക്കാഴിയൊന്നും. പക്ഷെ എന്നാൽ പോലും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടെന്ന്. വരികയാണെങ്കിൽ നല്ലതാണ്. അയ്യങ്കാളിയായിട്ട് മമ്മൂക്ക അഭിനയിച്ചൊരു പടം നമുക്ക് അറിയാലോ. നമുക്ക് അതായത് മറ്റേ അംബേദ്കറായിട്ട് അഭിനയിച്ച് ദേശീയവാദി. പക്ഷേ അംബേദ്കർ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. അതൊരു സത്യമാണ്. ഞാൻ വരുവാനും നോക്കിയിട്ടും യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് അഭിനയം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഇതിനു മുമ്പ് മമ്മൂക്കയുടെ വില്ലനിസം തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ കണ്ടേക്കുന്ന ഇതാണ് 3 അഭിനയിച്ച പടം. പലേരി മാണിക്കുണ്ട്, പിന്നെ വിധേയനുണ്ട്, പിന്നെ കുറച്ച് നെഗറ്റീവ് റോളായിട്ട് വന്ന അതായത് മൃഗയ. പക്ഷെ മൃഗയൊക്കെ ഞാൻ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. മമ്മൂക്കയുടെ ചില സീനിലൊക്കെ ഞാൻ ശരിക്കും പറയണ അത് അത്രയും ഈ കൊടൂര വില്ലൻ എന്ന് പറയുന്നത് വിധേയനായിരുന്നല്ലോ. അപ്പൊ അതിനെ കവച്ചു വെക്കുമെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ഉണ്ടാവുമായിരിക്കുമോ? അതേലും അതിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ മുകളിലായിരിക്കും. കാരണം വെച്ചാൽ ആ ഒരു വില്ലനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കഥാപാത്രം നമുക്ക് ചെയ്യാൻ പാടില്ല. ഒരു വിധേയൻ്റെ ഒരു ഇതാ വരില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും നമുക്ക് ചെയ്യുള്ളൂ. അല്ലാതെ വിധേയനെ പോലുള്ള അതിൻ്റെ ഒരു വരില്ല. മേക്കപ്പ് വയസ്സിലൊക്കെ അതിന് കാണുമ്പോൾ കുറച്ച് സാമ്യം ഉണ്ടെങ്കിലും നമുക്കിനി അതിൻ്റെ കൂടുതൽ പോസ്റ്ററുകൾ വരാൻ പോകുന്നു. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്നും അപ്ഡേറ്റാണ് മമ്മൂക്കയുടെ പടങ്ങൾ. ഇപ്പം ഞാൻ രണ്ടാമത് കണ്ട ഒരു വടക്കം വീര അത് കണ്ടു, 4K കണ്ടു. സത്യം പറയുകയാണെങ്കിൽ അന്ന് ഞാൻ കണ്ടതിലും കൂടുതൽ എനിക്ക് മനസ്സിനെ വേദനിപ്പിച്ച മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട്. കാരണം ആ മമ്മൂക്കയുടെ ചില സീനിലൊക്കെ മമ്മൂക്കയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, ചെറിയ ഭാവങ്ങൾ, അന്നൊന്നും ഇന്നത്തെ പോലെ സാങ്കേതികത്വമൊന്നുമില്ല. എങ്കിൽ പോലും മമ്മൂക്കയുടെ ചില സീനിലൊക്കെ അതാ മമ്മൂക്കയുടെ നിസ്സഹായത അവസ്ഥ. അതായത് സ്വന്തം ആ കോളാമ്പി കൊണ്ട് എറിയുന്ന സീനിലൊക്കെ മമ്മൂക്ക അഭിനയിക്കുന്ന അഭിനയം. അങ്ങനെ പല സീനുകളും നമ്മുടെ ആ ചന്തുവിൻ്റെ നിസ്സഹായത. അതായത് സത്യം എന്താണെന്ന് നമുക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ട് പോലും അവിടെ പറയാൻ പറ്റാതെ സ്വയം പീഡനത്തിനിരയായ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ചന്തുവിൻ്റെ നിസ്സഹായത എടുത്തു കാണിക്കാനായിട്ട് മമ്മൂക്കയെ കൊണ്ടല്ല വേറെ ആരെ കൊണ്ട് സാധിക്കില്ല. ഇപ്പോൾ ഈ സുരേഷ് കുമാർ പറഞ്ഞില്ല ഈ നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി, അതാ പറയുന്നതിനോട് അല്പം പോലും യോജിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് നല്ലൊരു കഥയുണ്ട്, നല്ലൊരു ഡയറക്ടറുണ്ട്, നല്ലൊരു മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ എല്ലാം നല്ല ആൾക്കാരുണ്ട്. പക്ഷേ അതൊരു സിനിമ ആവില്ല. സിനിമ ആകുമ്പോൾ അതൊരു പ്രൊഡ്യൂസർ കൂടി വേണം. ഒരു സിനിമ ആകുമ്പോൾ പ്രൊഡ്യൂസറാണ് പ്രധാനപ്പെട്ട. അത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനുള്ള സാമ്പത്തികം നോക്കുന്നത്. അത് ആര് പ്രൊഡ്യൂസ് ചെയ്താലും എല്ലാം തുല്യം തന്നെ. എന്തായാലും നമുക്ക് സിനിമ വെയിറ്റ് ചെയ്യാം.